ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് രണ്ടാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 5-ാമത്തെ സൂറത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ആയില. അപ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേൾക്കാം. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഉസ്താദിൻ്റെ ഓതുന്ന ഖിറാഅത്ത്, ഉസ്താദ് അതിൽ ഓരോ വേർഡ്സിനും പറയുന്ന തജ്വീദ് നിയമങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് ആദ്യം അത് കേൾക്കാം, എന്നിട്ട് താഴെയുള്ള വർക്കുകളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. സൂറത്തുൽ ആയില തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبح اسم ربك الأعلى. سبحان الله. الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى. ഇനി ഓരോ ആയത്തും ശരിക്കും ശ്രദ്ധിച്ചോളൂ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല. നോക്കിയേ, അത് ഓതിയപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ പറയണം. പ്രത്യേകം സുന്നത്തുള്ളൊരു സ്ഥലമാണത്. അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല. തസ്ബീഹ്, അള്ളാഹുവിന് വേണ്ടി നമ്മളൊരു തസ്ബീഹ് ചൊല്ലുക. അത് ചൊല്ലാനാണ് അവിടെ നിർദ്ദേശം. അപ്പോൾ നമ്മൾ ചൊല്ലണം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത് സബ്ബിഹിസ്മ. സബ്ബിഹിസ്മ അല്ലേ? പലരും പറയുന്നത് എന്താ നിങ്ങൾ സബ്ബീസ്മ. ഏത് സൂറത്താ ഓതിയത്? സബ്ബീസ്മ അല്ലേ? സബ്ബീസ്മ. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിലെ ആയത്തിൻ്റെ ഭാഗമാണ് സബ്ബീസ്മ. അങ്ങനെ ഉണ്ടോ സബ്ബീസ്മ? ഇല്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. അപ്പോൾ സബ്ബിയല്ല, സബ്ബിഹിസ്മ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, കുറേ ആളുകൾക്ക് സബ്ബിഹിസ്മ എന്നുള്ള ഹ ആണ്, എന്നിട്ട് സബ്ബിഹിസ്മ. സബ്ബിഹിസ്മ ഹി 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 അല്ല, ഹി 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 ആണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. നോക്കി, റബ്ബിക്കൽ അഅ്ല, കല്ലഅ്ല. റബ്ബിക്കൽ അഅ്ല ഹംസ കളഞ്ഞിട്ട്. സൂറത്തുൽ അഅ്ലയിൽ റബ്ബിക്കൽ അഅ്ല എന്നാണ് പറയേണ്ടത്, അല്ലാതെ റബ്ബിക്കൽ അഅ്ല എന്നല്ല. ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. സബ്ബിഹിസ്മയിൽ ഹാഉം റബ്ബിക്കൽ അഅ്ല എന്ന ലാമിന് ശദ്ദും. അല്ലദീ ഖലഖ ഫസവ്വ. അല്ലദീ ഖലഖ ഫസവ്വ. ഫസവ്വ വസവ്വ സവ്വ. സവ്വ ആവില്ലല്ലോ, ആവരുത്. ആയാൽ അത് വാ അല്ല. ഫസവ്വ. അല്ലദീ ഖലഖ ഫസവ്വ. സവ്വ. നമ്മളെ നാവിനൊരു തഴക്കം വന്നിട്ടുണ്ട് ചില സൂറത്തുകളൊക്കെ ഓതിയിട്ട്. അത് മാറാൻ വലിയ പ്രയാസമാണ്. മാറ്റിയേ പറ്റൂ തെറ്റാണെങ്കിൽ കേട്ടോ. والذي قدر فهدى. والذي قدر فهدى. قدر قدر ട്ടോ. അല്ലാതെ കദ്ദറ ആവരുത്. അല്ലദീ കദ്ദറ കദ്ദറ. ഫഹദ. നോക്കണം, ഇവിടെയൊക്കെ അലിഫിലാണ് നിർത്തുന്നത്. അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം. 3 കാര്യങ്ങൾ നമ്മൾ പാടിയിട്ടുണ്ട്. والذي أخرج المرعى. والذي أخرج المرعى. ഇവിടെ വല്ലദീ അഖ്റജ മദ്
المرعانين ഓയിനല്ല فجعله غثاء أحوى. അപ്പോൾ ഫജഅലഹു എന്ന ഹായിൻ്റെ മുമ്പിൽ ആമിനും ശേഷം ഗൈനിനും ഹർക്കത്താണ്. എന്നിട്ട് നീട്ടാതെ, നീട്ടണം എന്നറിയിക്കാൻ വേണ്ടി അവിടെ ചെറിയൊരു വാവ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നീട്ടാതെ ഫജഅലഹു ഗുസാഅൻ എന്ന് ഹായിനെ തീരെ നീട്ടാതെ ഓതി. എങ്ങനെ വേണം? ഫജഅലഹു ഗുസാഅൻ അഹ്വാ. ഗുസാഅൻ ഇത്ര വിശദീകരിക്കുന്നത് എന്താ അറിയോ? കുറേ ആളുകൾക്ക് അറിയുന്ന സൂറത്താണിത്. പക്ഷെ തെറ്റിങ്ങനെ ആവർത്തിച്ച് വരുന്നു പലർക്കും പലയിടത്തും. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയാണേ. ഗുസാഅൻ അഹ്വാ, അവിടെ ഗുസാഅൻ എന്ന ഗൈനാണ്, മദ് മുത്തസ്ലിലുണ്ട്, അതോടൊപ്പം അവിടെ ഇൽഹാറും ഉണ്ട്. ഗുസാഅൻ അഹ്വാ, ആ ഇൽഹാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുസാഅൻ അഹ്വ നഹ്വയാവും. നഹ്വ ആയി പോവരുത്, നഹ്വയും ആവരുത്, നഹ്വയും ആവരുത്. ഗുസാഅൻ അഹ്വ. സനുഖരിഉക ഫലാ തൻസാ. എങ്ങനെ? സനുഖരിഉക ഫലാ തൻസാ. സനുഖരിഉക ഖാഫുണ്ട് ഖൽഖലത്തിന്റെ, ഫലാ തൻസ ഇഖ്ഫാ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇല്ലാ മാ ശാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. ഓക്കേ, ഇല്ലാ മാ ശാ അല്ലാഹ് നിർത്തിയപ്പോൾ ഹാ വന്ന് ശ്രദ്ധിച്ചില്ലേ? ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ വനുയസ്സിറുക ലിൽയുസ്റാ. ഓക്കേ, വനുയസ്സിറുക ലിൽയുസ്റാ. സദഖല്ലാഹുൽ അദീം. അപ്പോൾ ഇവിടെ അതിൽ നിന്നുള്ള ചെറിയ വേർഡ്സുകളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ ഓതി അല്ലേ. പക്ഷേ നമ്മൾ ഫസ്റ്റ് എന്താണ് വായിച്ചത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആക്കി വായിച്ച് അത് അവിടെ എവിടെയാണ് എന്നൊക്കെ ഒന്ന് പോയി നോക്കാം. സബ്ബിഹിസ്മ ഹി, സബ്ബിഹിസ്മ. ഇവിടെ ഇടയിലെ അലിഫ് നമ്മൾ ഉച്ചരിക്കുന്നില്ല അല്ലേ. അപ്പോൾ സബ്ബിഹിസ്മ. പിന്നെ റബ്ബിക്കൽ ആയില, റബ്ബിക്കൽ ആയില, ഇവിടെ ഒരു അലിഫ് നമ്മൾ ഉച്ചരിക്കുന്നില്ല. റബ്ബിക്കൽ ആയില. ഖദ്ദറ ഫഹദ, ഖദ്ദറ ഫഹദ. പിന്നെ അഹ്റജൽ മറ, അഹ്റജൽ മറ. ഉസാഅൻ അഹ്വാ, ഉസാഅൻ അഹ്വാ. സനുക്കിരി ഉക്ക, സനുക്കിരി ഉക്ക. അപ്പോൾ ഇവിടെ ഖുർആൻ്റെ ഒരു പ്രത്യേക എഴുത്ത് രീതിയാണ് ഈ ഊ എഴുതിയത്, മനസ്സിലായില്ലേ? അപ്പോൾ സനുക്കിരി ഉക്ക മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് വഖഫ് അല അലിഫ്, അലിഫിൽ വഖഫ് ചെയ്യുന്നത് മനസ്സിലാക്കാനാണ്. ഇവിടെ അഫ്വാജ, അവിടെ അലിഫിലേക്കാണ് നമ്മൾ വഖഫ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇതിലേത് അക്ഷരത്തിലാണ് വഖഫ് ചെയ്തത്, നിർത്തിയത് എന്നൊക്കെ എക്സാമിന് ചോദ്യം വരും. അപ്പോൾ ഇവിടെ ജീമ് എന്നാണ് എല്ലാ അധിക കുട്ടികളും എഴുതുക. അപ്പോൾ അഫ്വാജ നീട്ടാൻ നമുക്കിവിടെ ഒരു അലിഫുണ്ട്, മനസ്സിലായില്ലേ? അഫ്വാജ എന്ന് ആ അലിഫിലാണ് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഫത്തഹ് തൻവീനാണ് വന്നത്. ഫത്തഹ് തൻവീനുകൾക്ക് നമ്മൾ ഒരു അലിഫും കൂടി ചേർത്തിട്ടാണ് എപ്പോഴും എഴുതാറ്. അപ്പോൾ ഫത്തഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അലിഫിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വഖഫ് ചെയ്യുക. അടുത്തതാ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. ലബ് ഹ, അപ്പോൾ ഇവിടെ ഹ. പിന്നെ ഔഹാലഹ ഹ. വല്ലുഹ, വല്ലുഹ ഹ. ഇദാ സജാ ഫീഹാ അബദാ അലിഫ്. വതവല്ല, വതവല്ല മനിസ്തഇന. അപ്പോൾ ഇവിടെയൊക്കെ അലിഫിലാണ് വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെ തന്നിട്ട് നമുക്ക് ഏത് അക്ഷരത്തിലാണ് വഖഫ് ചെയ്തത്, ഒന്നാമത്തെ അക്ഷരം ഏതാണ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരെ മനസ്സിലാക്കാം. ഇനി നമുക്കിവിടെ അതിൽ തന്നെ തസദ്ദ എന്നുകൂടി
വന്നിട്ടുണ്ട് മനസ്സിലാക്കുക. പിന്നെ നമുക്കിവിടെ എന്താണ് താഴെ തന്ന സൂറത്തിൽ അലിഫ് കൊണ്ട് വഖഫ് ചെയ്തത് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയതുപോലെ ഇവിടെ അവസാനത്തിൽ വന്നത് ഒക്കെ മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തുക. മനസ്സിലായില്ലേ? ഇവിടെയും അപ്പോൾ അവസാനത്തിലാണ് വഖഫിൻ്റെ അടയാളമാണത്. അപ്പോൾ അവസാനത്തിൽ അലിഫ് വന്ന് ഇവിടെയും വന്നു. ഇതാ ഇവിടെ അലിഫ്, ഇവിടെ അലിഫ്, ഇവിടെ അലിഫ്, ഇവിടെ അലിഫ്, ഇവിടെയും. മനസ്സിലായില്ലേ? മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു സൂറത്ത്, 2 സൂറത്ത് നമുക്കിവിടെ സൂറത്തൈനി എന്ന് പറഞ്ഞിട്ട് 2 സൂറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദ ഹവാ, ഒവാ, ഹവാ, യൂഹ, ഖുവാ, ഫസ്തവ, അഇല, ഫതദല്ല, അദ്ന, ഔഹ, റഅ, യറ, ഉഖ്റ, മുൻതഹ, മഅവ, യാഷ, താ, അങ്ങനെ വരുന്നത് അസ്ലിയായ മദ് കൊണ്ട് വഖഫ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. മനസ്സിലാക്കുക. അപ്പോൾ അസ്ലിയായ മദ് എന്ന് പറയുന്നത് ഇവിടെ അലിഫാണ് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അലിഫിൽ വഖഫ് ചെയ്തതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലിഫാണ്. ഇവിടെയൊക്കെ താ, മുൻതഹ എന്നൊക്കെ വരുന്നിടത്ത് അലിഫാണ് വരുന്നത്. അലിഫിലാണ് നമ്മളിതൊക്കെ വഖഫ് ചെയ്യുന്നത്. ഉഖ്റ, മനസ്സിലായില്ലേ? മുൻതഹ അലിഫിലാണ് നമ്മൾ വഖഫ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫത്ഹ വരുന്ന എല്ലാ പദങ്ങളെയും നീട്ടാൻ അലിഫാണ് ഇടുക. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഈ സൂറത്തുൽ അഅലയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സൂറത്തുൽ അഅലയിലെ 1ാമത്തെ ഭാഗമാണ്. 2ാമത്തെ ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.